എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 3 ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. QP റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വൊക്കാബുലറിയുടെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തെറ്റുന്ന പോർഷൻ ഒക്കെ ഒന്ന് എഴുതി വെക്കുക. അതൊക്കെ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ടോ എന്നൊക്കെ കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ തുടങ്ങാം. സെൽഫ് ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 71 ആണ് കേട്ടോ. 71/24 ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ എക്സാം ഹാളിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ എത്രയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും അതൊന്ന് എഴുതി വെക്കണമായിരിക്കും നമുക്ക് സേഫ്. അപ്പൊ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്, ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ ഭാഗം എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ ഓക്സിലറി വെർബിനെ നോക്കുക അല്ലെ. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. ഡിഡ് എന്നോ അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്, വാസ് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിനകത്ത് സംതിങ് ഹാപ്പൻഡ് കണ്ടപ്പോ മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഡിഡ് ചേർത്ത് പറയണം അല്ലെ. ഡിഡ് ചേർത്ത് പറയണം. അപ്പൊ ഡിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബിനെ കിട്ടി. അതിന്റെ കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു നോട്ടും കൂടെ ചേർത്ത് ഡിഡിന്റ് സംതിങ് ഒക്കെ വരുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ ഇറ്റ് ആണ് കേട്ടോ. ഡിഡിന്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. തെറ്റിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കി കൊണ്ടുവരണേ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ടെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് തെറ്റുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ അവിടെ ഒരു ഇൻറ്റു ഇട്ട് വെക്കും. ഏത് പോർഷൻ ആണോ തെറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോർഷൻ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്ത് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. പുട്ട് ഇൻ ദി കറക്റ്റ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM. എക്സാക്ട് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഏത് ടൈമിലാണ്? 8:15 AM ഷാർപ്പായിട്ട് അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? യെസ്, ഏതാണ് യൂസ് ചെയ്യുക? ഏത് പ്രപ്പോസിഷനാ യൂസ് ചെയ്യുക? അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. ശരിയല്ലേ? ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് 8:15 AM. ഓക്കെ, നമ്മുടെ ആൻസർ അറ്റ് ആണ്. ഓക്കെ, അതേസമയം ഇപ്പൊ ഒരു ഡേ കൊടുക്കാന്ന് വിചാരിച്ചോളൂ. ഓൺ മൺഡേ എന്നൊക്കെ പറയാം ഡേ ആണെങ്കിൽ. അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഓൺ ക്രിസ്മസ് ഡേ. അപ്പൊ അങ്ങനെ ഡേ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓൺ യൂസ് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇൻ 1994 അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. ഇവിടെ എക്സാക്ട് ആയിട്ട് 8:15 AM എന്ന് കൊടുത്തത് കൊണ്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറ്റാണ് അല്ലെ. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Choose the correct alternative from those given as options. The principal dash to speak to you. അപ്പോ ഇവിടുത്തെ ആൻസർ വരുന്നേക്കാൾ മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രിൻസിപ്പാളിന്റെ സ്പെല്ലിംഗ് കൂടെ നോക്കുക കേട്ടോ. എന്താണ് പ്രിൻസിപ്പാളിന്റെ സ്പെല്ലിംഗ്? യെസ്, എന്താണ് സ്പെല്ലിംഗ് വരുന്നത്? PRINCIPAL ആണ്. പ്രിൻസിപ്പാൾ. ഓക്കെ, PAL ആണ് കേട്ടോ. അപ്പോ പ്രിൻസിപ്പിൾ ഉണ്ട്, അതെന്താ? അത് PLE ആണ് അല്ലെ. പ്രിൻസിപ്പിൾ, തിയറീസ്, പ്രിൻസിപ്പിൾ ഒക്കെ ഇല്ല, അത് PLE ആണ് കേട്ടോ. പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ AL ആണ്. ഓക്കെ, ദ പ്രിൻസിപ്പാൾ ഡാഷ് ടു സ്പീക്ക് ടു യു എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പോ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് നോക്കാം. ഇവിടെ വാണ്ട്സ് ഉണ്ട്, വാണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിൻസിപ്പാൾ വാണ്ടിങ് ടു സ്പീക്ക് ടു യു. ഈ ING ഫോമിന്റെ മുമ്പില് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ത് വരണം? ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വരണം അല്ലെ. അതായത് ഇസോ, വാസോ, വേറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വരണം. അല്ലാതെ വാണ്ടിങ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എയറിൽ നിൽക്കില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്തായാലും വാണ്ടിങ് അല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അതിന്റെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അല്ലെ. അപ്പൊ തൽക്കാലം നമുക്ക് ഓപ്ഷൻസ് ബിനെ എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ കൂടെ സാധാരണ നമ്മൾ ING ചേർത്തിട്ട് പറയാറില്ല കേട്ടോ. അപ്പൊ അതിന്ന് തന്നെ ആ ഒരു കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ വാണ്ടിങ്ങും ഇസ് വാണ്ടിങ്ങും പിന്നെ ഓപ്ഷൻ ഡി നോക്കിയേ എന്താ കൊടുത്തിട്ടില്ല? വാസ് വാണ്ടിങ് ആണ്. അതെല്ലാം ഒറ്റയടിക്ക് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. സോ നമ്മുടെ ആൻസർ എന്താ? ഇത് മൂന്നും അല്ല എന്ന് മനസ്സിലായി. നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വഴി ഈ 3 ആൾക്കാരും
അല്ലാന്ന് മനസ്സിലായി. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ദ പ്രിൻസിപ്പൽ വാണ്ട്സ് ടു സ്പീക്ക് ടു യു. പ്രിൻസിപ്പൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വെർബിന്റെ കൂടെ എസും കൂടെ ഒക്കെ ചേർത്ത് പറഞ്ഞു അല്ലെ. വാണ്ട്സ് ടു സ്പീക്ക് ടു യു. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതേപോലെ എലിമിനേഷൻ മെത്തേഡും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ, ചെയ്ത് നോക്കണേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരണേക്കാളും മുമ്പ് ഒരു കാര്യം കൂടെ. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് മാത്രം കേട്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ സെൽഫായിട്ടും കൂടെ ചെയ്ത് നോക്കണം. കാരണം എക്സാം ഹാളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോ ഇതേപോലെയുള്ള ഓരോന്നിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എന്തായാലും ആൻസർ ആയിട്ട് വരില്ല, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്താലേ ആ ഒരു ഇംപ്രൂവ്മെന്റും അതേപോലെ തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെയും കൂടെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Turn the given sentence from active voice to passive voice. Specify which of the following answers right. ഈ ആക്റ്റീവ് പാസീവും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ഇതൊക്കെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവാണ്. എല്ലാവരും ആ പോർഷനൊക്കെ ശരിക്കും നോക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? മേരി ഓപ്പൺഡ് ദി ഡോർ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പാസീവിലേക്ക് ആക്കണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളിപ്പോ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ആക്റ്റീവ് പാസീവിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരണ്ടേ? ആദ്യം തന്നെ ടെൻസ് മാറാൻ പാടില്ല. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറാൻ പാടില്ല. പിന്നെന്താ അറിയേണ്ട കാര്യം? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. പാസീവിൽ എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, മേരി ഓപ്പൺ ദ ഡോർ. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പൊ ടെൻസ് മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് വാസ് അല്ലെങ്കിൽ വേറ് വരണം അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ സിനെയും ഓപ്ഷൻ ഡിനെയും എടുത്ത് മാറ്റാം. കാരണം ആ രണ്ട് ഓപ്ഷൻസിലും പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസോ വേറൊന്നും ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ അത് രണ്ടും അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. ഇനി മേരി വാസ് ഓപ്പൺ ദി ഡോർ, ദ ഡോർ വാസ് ഓപ്പൺ ബൈ മേരി. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ഒബ്ജക്റ്റ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? ദ ഡോർ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫോർമാറ്റ് വരുന്നത്. ഈ ഡോർ ആയിരിക്കണം ഇവിടെ പാസീവില് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരേണ്ടത്. ശരിയല്ലേ? ദ ഡോർ വാസ് ഓപ്പൺ ബൈ മേരി. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പാസീവിലാക്കുമ്പോ എപ്പോഴും ബൈ എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, മിക്കവാറും നമ്മൾ ബൈ എന്നുള്ള പ്രപ്പോസിഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. അല്ലാത്ത പ്രപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി നോസ് ഹെർ. ഹി നോസ് ഹെർ. ഇതിന്റെ പാസീവ് എങ്ങനെ പറയും? ഷീ ഈസ് നോൺ ടു ഹിം എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ ബൈ അല്ല യൂസ് ചെയ്യുന്നത്, ടു ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ചില വാക്കുകളുടെ കൂടെ ചില പ്രപ്പോസിഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ടു ആണ് കേട്ടോ. നോൺ ടു. അപ്പൊ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കണം. അല്ലാണ്ട് എപ്പോഴും പാസീവില് ബൈ തന്നെ വരണം എന്ന് നിർബന്ധമില്ല. ഇനി ബൈ ഇല്ലാത്ത രീതിയിലും നമുക്ക് വേണമെങ്കിൽ പാസീവില് പറയാം അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സ്റ്റുഡന്റ് വാസ് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. അത് ബൈ ദ പ്രിൻസിപ്പൾ ആയിരിക്കുമല്ലോ, നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ബൈ വരണമെന്ന് നിർബന്ധമില്ല. ദ സ്റ്റുഡന്റ് വാസ് ഡിസ്മിസ്ഡ്. അല്ലെങ്കിൽ ദ തീഫ് വാസ് കോട്ട്. പിടിക്കുന്ന എന്തായാലും പോലീസ് ആയിരിക്കുമല്ലോ. തീഫ് വാസ് കോട്ട് എന്ന് കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ ബൈ ഇല്ലാത്ത കേസുകൾ വരുമ്പോഴും പാസീവ് ആണെന്നുള്ള ഒരു ബോധം വേണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നോക്കാം. 76th വൺ. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് സെന്റൻസ്. സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് എ സൂപ്പർ ഷോ. ഇവിടെ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങുന്നതായിരിക്കും? ഒരു സബ്ജക്ട് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് എൻഡ് ചെയ്യും അല്ലെ. ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. ഇൻട്രോഗേറ്റ് ചെയ്യുക. വാട്ട് ഇസ് യുവർ നെയിം? ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും ഉണ്ടാവും. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസ്റ്റോ കമാൻഡോ അല്ലെങ്കിൽ ഓർഡറോ, അത് മാത്രമാണോ ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്? വേറൊരു ഡെഫിനേഷനും കൂടെ നമുക്ക് പറയാലോ. ഇംപെരേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ വേർബ് അല്ലെ. ഒരു വേർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആയിരിക്കും.
ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ആ ഷട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു വെർബാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതും എന്തായിരിക്കും, ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും, അതിനുശേഷം എന്താ വരിക, ആദ്യം ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരിക അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം, ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്താ വന്നേ, ഓക്സിലറി വെർബ് വന്നു, ഇസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് ആയിട്ടുള്ള യുവർ നെയിം വന്നിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾവേസ് എന്ത് വരണം, ഓക്സിലറി വെർബിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് വരുള്ളൂ എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലെ. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വാട്ട് ഇസ് യുവർ നെയിം, വേർ ആർ യു ഗോയിങ് എന്നുള്ളതൊക്കെ. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് പറഞ്ഞു പോയിന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡ്ന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യെസ്, he didn't get the job he applied for. ഏതെങ്കിലും ഒരു ജോബ് അല്ല, അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് അവന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. he didn't get the job he applied for. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കേസുകളാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, the എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. സൂപ്പർലേറ്റീവിന്റെ കൂടെ നമ്മൾ the എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. അപ്പൊ the നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ കേട്ടോ. യെസ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീകളക്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ചോദ്യം, മിഷൽ ഇസ് ഡാഷ് ദാൻ നട്ടാഷ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? മിഷൽ ഇസ് ഡാഷ് ദാൻ നട്ടാഷ. ദാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വേർഡ് ഏതായിരിക്കും? ഓൾഡർ ദാൻ ആണ് കേട്ടോ. ഓൾഡർ ദാനും എൽഡർ ടു ആണ്. ഓക്കെ, ഓൾഡർ ദാനും എൽഡർ ടു ആണ്, അറിഞ്ഞു വെച്ചേക്കണേ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഇത് കിട്ടേണ്ടതാണ്. I look forward dash from you. ആൻസർ I look forward to അല്ലെ. look forward to എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ I look forward to hearing from you. look forward to ശേഷം നമ്മൾ ing form of the verb യൂസ് ചെയ്യും അല്ലെ. അപ്പൊ I look forward to hearing from you. ഓക്കെ, ചിലപ്പോ ഇനി ക്വസ്റ്റ്യനിൽ കൊടുക്കാൻ പോകുന്നത് I look forward to എന്ന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് ഓപ്ഷനിൽ ഹിയറിംഗ് കൊടുക്കും, ടു ഹിയറിംഗ് കൊടുക്കും. അപ്പൊ തെറ്റിക്കരുത്, ടു ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ നമ്മൾ ടു ഹിയറിംഗ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മളെ പറ്റിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ PSC ഇടാം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. അപ്പൊ കിട്ടിയില്ല, നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് ദി സെന്റൻസ് ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? റിപ്പോർട്ട് ദി സെന്റൻസ് ആണ്. ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. ആൻസർ പോരട്ടെ. അപ്പൊ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവിടെയുള്ള നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം. ഹാവ് ബീൻ, ഹാവിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് അല്ലെ, അത് എന്തായിട്ട് മാറും? ഹാഡ് ബീൻ ആയിട്ട് മാറും. എന്തുകൊണ്ട് മാറി? ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമ്മൾ മാറ്റണം. അപ്പൊ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസിനകത്ത് ഹാഡ് ബീൻ ഉള്ള ഓപ്ഷൻസ് മാത്രം പരിഗണിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഈ 3 സ്ഥലത്തും ഹാഡ് ബീൻ ഉണ്ട്. ഹാസ് ബീൻ ഉള്ള ആളെ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഹിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ദെയർ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഹിയർ ആണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ സിയിൽ ഹിയർ ആണ് കൊടുത്തിട്ടുള്ളത്, അതിനെയും നമുക്ക് എടുത്ത് മാറ്റാം. ഇനിയുള്ള 2 ഓപ്ഷൻസ്, ജോഷുവ ടോൾഡ് മം ദാറ്റ് ഐ ഹാഡ് ബീൻ ദെയറും ജോഷുവ ടോൾഡ് മം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയറും. ഇവിടെ ഐ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഐ എന്നല്ലല്ലോ പറയാ, അവൻ എന്നുള്ള രീതിയിലാണ് പറയാ അല്ലെ. അപ്പൊ ഐ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഓപ്ഷൻ എനെ മാറ്റാം. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ജോഷുവ ടോൾഡ് മം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിനെയും അതല്ല എന്നുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരില്ല. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Complete the given sentence using a suitable phrasal verb. I arranged to meet Tony in the mall yesterday, but he didn't dash. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? I arranged to meet Tony in the mall yesterday എന്നല്ലേ.
മാളില് ടോണീനെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹി ഡിഡന്റ്, അവൻ എന്ത് ചെയ്തു? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദി മാൾ യെസ്റ്റർഡേ. ഓക്കെ, ഇന്നലെ ടോണിനെ മീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഡിഡന്റ് ഡാഷ്, അവൻ വന്നില്ല അല്ലെ, അവൻ അറൈവ് ചെയ്തില്ല എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാ? ആരെങ്കിലും കിട്ടിയോ? ടേൺ അപ്പ് ആണ് അല്ലെ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവ്. ഓക്കെ ഓക്കെ, ബട്ട് ഹി ഡിഡന്റ് അറൈവ്. ഓക്കെ, അപ്പൊ വന്നില്ല. അപ്പൊ അറൈവ് എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഇനി ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക കേട്ടോ, അതിനെയാണ് ഫോൾ ഓഫ്. ഓക്കെ, മൂവ് ഇൻ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യുക അല്ലെ. ഒരു സ്ഥലത്തേക്ക് മൂവ് ഇൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഒക്യുപ്പൈ ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ അപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ്. ടേൺ അപ്പ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ സിനോണിം ഓഫ് ദി വേർഡ് ആമിക്കബിൾ. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, ഫ്രണ്ട്ലി എന്നുള്ള മീനിങ് ആണ് ആമിക്കബിൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദി വേർഡ് കോഷ്യസ്. കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയുള്ള. അപ്പൊ ശ്രദ്ധയില്ലാത്ത എന്ന മീനിങ് വരുന്നത് ഏതാ? റെക്ലെസ് ആണ് അല്ലെ, റെക്ലെസ് ആണ്, ശ്രദ്ധയില്ലാത്ത. ഓക്കെ, ഇനി അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്ട്ലി സ്പെൽഡ്. കാറ്റസ്ട്രോഫെ. കാറ്റസ്ട്രോഫയുടെ സ്പെല്ലിംഗ് എന്താ വരിക? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. കാറ്റസ്ട്രോഫയുടെ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. കാറ്റസ്ട്രോഫെ. കാറ്റസ്ട്രോഫയുടെ സ്പെല്ലിംഗ് CATASTROPHE കേട്ടോ, TROPHE, ട്രോഫെ. കാറ്റസ്ട്രോഫെ, കാറ്റസ്ട്രോഫെ. ഓക്കെ, കാറ്റസ്ട്രോഫെ എന്ന് പറഞ്ഞാൽ എന്താ? മഹാവിപത്താണ് അല്ലെ, മഹാവിപത്തിനെയാണ് നമ്മൾ കാറ്റസ്ട്രോഫെ എന്ന് പറയാ. ഇനി അടുത്ത് നോക്കാം. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പൈസ ഇല്ലാത്ത ഒരാളെ നമ്മൾ പറയുന്നത്, നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന ഒരു വേർഡാണ് അല്ലെ, പാപ്പരായി എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ട് അല്ലെ. നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എജൈൽ എന്ന് പറയുമ്പോൾ ജയിൽ എന്നൊക്കെ ഓർക്കാം. ക്വിക്ക് ആയിട്ട് ജയിൽ ചാടി എന്നൊക്കെ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജയിൽ കിട്ടിയല്ലോ. ഇനി അടുത്തത്. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ. റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? റൗണ്ട് ദി കോർണർ, കോർണറുടെ റൗണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ വെരി നിയർ ആണ്. വെരി നിയർ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ വെരി നിയർ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചേക്കാം. ഇതൊക്കെ നമ്മുടെ ഇഡിയം, അതേപോലെ തന്നെ സിനോണിം, സ്പെല്ലിംഗ് കറക്ഷൻ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ആന്റണിമ ബൈഹാർട്ട് പഠിക്കാണ്ട് സിനോണിമ കൂടുതൽ നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഓപ്ഷനിൽ കിട്ടുമ്പോൾ നമുക്ക് ആന്റണിമ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഓക്കെ, വൊക്കാബുലറിയുടെ ക്ലാസ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ്സും കൂടെ കാണാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. കോമ്പൗണ്ട് വേർഡ് ആണ് ഇത്, നമ്മൾ എടുത്തിട്ടുള്ളതാണ് ടോപ്പിക് വൈസ് ആയിട്ട്. ഏതാണ് ഇതിലെ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്? രണ്ട് വേർഡുകൾ, രണ്ട് വാക്കുകൾ അത് കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വേർഡ് മീനിങ് ഉള്ള ഒരു വേർഡ് കിട്ടും അല്ലെ. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോഴും അതിന് മീനിങ് ഉണ്ട്. ഹോൾ വേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഹോൾ എന്നുള്ളൊരു വേർഡും ഉണ്ട്, വേ എന്നുള്ളൊരു വേർഡും ഉണ്ട്, ഹോൾ വേ അല്ലെ. ഓക്കെ, അടുത്തത്. വാട്ട് ഇസ് ദി ഫീമെയിൽ ടൈഗർ കോൾഡ്. ഫീമെയിൽ ടൈഗറിന് എന്താ പറയാ? ടൈഗ്രസ് ആണ് അല്ലെ, ടൈഗ്രസ് ആണ്. ഈ EWE എന്ന് പറയുമ്പോൾ എന്താ? അതിനെ നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക? യു എന്നുള്ളത് ഓർക്കാം. AU എന്നാണ് നമ്മൾ പറയാ അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ മാസ്കുലൈൻ ഫോം എന്താ? രാം ആണ് അല്ലെ, രാമാണ്. രാം യു എന്നുള്ളതാണ് പറയാ. യു എന്ന് പറഞ്ഞാൽ പെണ്ണാട് അല്ലെ. ഇനി അടുത്ത് നോക്കാം. പ്രിഫിക്സ് ഇസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ഡാഷ് ഓഫ് എ വേർഡ്. ഏതാണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? എൻഡിങ്ങിലാണോ, ബിഗിനിങ്ങിലാണോ, മിഡിലാണോ, ടോപ്പിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എവിടെയായിരിക്കും? സ്റ്റാർട്ടിംഗ് ആയിരിക്കും, ബിഗിനിങ് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. പ്രിഫിക്സ് ഇസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വേർഡ് ആണ്. ഓക്കെ, ഇതെല്ലാം കണ്ടോ? വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് കണ്ടോ? വൊക്കാബുലറിന്നും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഗ്രാമറിനും വൊക്കാബുലറിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇനി അടുത്തത്. പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. എന്തായിരിക്കും? പ്രിപ്പയർ ദി സിനോപ്സിസ് ആണ് അല്ലെ, സിനോപ്സിസ്. ഓക്കെ, സിനോപ്സിസ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഇത്രയായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്.
വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് അടിച്ചു, നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റി, ഏതൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് വിട്ടു എന്നൊക്കെ നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എവിടേക്കാണോ തെറ്റ് വരുത്തിയിട്ടുള്ള ആ പോർഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 5ഓ 10ഓ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അത് തെറ്റിക്കുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ നന്നായിട്ട് എല്ലാവർക്കും ഇന്ന് പഠിക്കാൻ സാധിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.